2023-24 വർഷത്തെ ബജറ്റ് പാസാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു സമ്മേളനം ഗില്ലറ്റിൻ ചെയ്യാനുള്ള തീരുമാനം. പ്രതിപക്ഷ സ്വരം ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സഭ പിരിഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സഭ നടത്തിക്കില്ലെന്ന രീതിയാണ് പ്രതിപക്ഷത്തിനെന്ന് സ്പീക്കർ വിമർശിച്ചു. പ്രതിഷേധത്തിനിടയിലും മുൻ നിശ്ചയിച്ച പ്രകാരം മാർച്ച് 30 വരെ സഭ തുടരാമെന്നായിരുന്നു കാര്യോപദേശക സമിതിയിലെ ധാരണ. എന്നാൽ സഭയ്ക്കകത്ത് സത്യാഗ്രഹം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചു. സഭാ നടപടികൾ നേരായ രീതിയിൽ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ മുന്നോട്ട് വെച്ച രണ്ട് സുപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാതെ സഭാ നടപടികളുമായി സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ 5 പ്രധാനപ്പെട്ട അംഗങ്ങൾ അൻവർ സാദത്ത്, TJ വിനോദ്, കുറുക്കോളി മൊയ്തീൻ, AKM അഷ്റഫ്, ശ്രീമതി ഉമാ തോമസ് എന്നീ 5 പേർ ഈ സഭയുടെ നടുത്തളത്തിൽ അനിശ്ചിതകാലത്തേക്ക് സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. സമരം തുടരുന്നത് പ്രതിപക്ഷത്തിന് നേട്ടമാകുമെന്ന് വിലയിരുത്തി സർക്കാരിന്റെ മറുതന്ത്രം. വരും ദിവസങ്ങളിലെ ധനാഭ്യർത്ഥനകളും ബജറ്റിലെ സുപ്രധാന ധനബില്ലും ധനവിനിയോഗ ബില്ലും മിനിറ്റുകൾ കൊണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ തീരുമാനിച്ചു. ഒപ്പം പൊതുജനാരോഗ്യ ബില്ലടക്കം 4 ബില്ലുകളും പാസാക്കി. അനുരഞ്ജനത്തിന് തയ്യാറല്ലെന്ന സർക്കാരിന്റെ ധിക്കാര നിലപാടാണ് സഭ വെട്ടിച്ചുരുക്കാൻ കാരണമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷവുമായി ഒരു അനുരഞ്ജനത്തിനുമില്ല, ഒരു ചർച്ചയ്ക്കുമില്ല എന്നുള്ള സർക്കാരിന്റെ ധിക്കാരപരമായ നിലപാടാണ് സഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചത്. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കേരളത്തിലെ മാറി മാറി വന്ന പ്രതിപക്ഷം അവർക്കുണ്ടായിരുന്ന പ്രത്യേക അവകാശമായ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള ആ അവകാശത്തെ കവർന്നെടുക്കാനും പ്രതിപക്ഷത്തെ ദുർബലമാക്കാനും പ്രതിപക്ഷ സ്വരങ്ങളെ ഇല്ലാതാക്കാനും വിമർശനത്തോടുള്ള അസഹിഷ്ണുതയും എല്ലാമാണ് സർക്കാരിനെ കൊണ്ട് ഈ തെറ്റായ നടപടികൾ ചെയ്യിച്ചത്. മാത്രമല്ല, സഭയിലുണ്ടായ ഒരു വിഷയത്തിൽ വാദികളായ MLA-മാർക്കെതിരായി 2 വനിതാ MLA-മാർ ഉൾപ്പെടെയുള്ള 7 MLA-മാർക്കെതിരായി 10 വർഷത്തെ തടവ് ശിക്ഷ കിട്ടുന്ന ജാമ്യമില്ലാത്ത കേസെടുത്ത് അവരെ അപമാനിക്കാൻ വേണ്ടി കൂടിയുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സഭ നടത്തിക്കാൻ പ്രതിപക്ഷത്തിന് താല്പര്യമില്ലെന്നായിരുന്നു സ്പീക്കറുടെ വിമർശനം. ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളോടും പ്രതിപക്ഷ നേതാവിനോടും ഇതൊരു ശരിയായ രീതിയല്ല. സഭക്കകത്ത് നിങ്ങൾ സ്പീക്കറെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ സമാന്തര സ്പീക്കർ ഉണ്ടാക്കിക്കൊണ്ട് മോക്ക് അഡ്ജോൺമെന്റ് നടത്തി, അതിന് റൂളിംഗ് നൽകി. അതിനുശേഷവും വീണ്ടും സഭാ സമ്മേളനം നടത്തിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഈ ഒരു സമീപനം കേരളം പോലുള്ള ഒരു നിയമസഭയ്ക്ക് യോജിച്ചതല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ചട്ടവിരുദ്ധമായ പ്രതിഷേധങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നായിരുന്നു ഭരണപക്ഷ വിമർശനങ്ങളുടെ കാതൽ. സാർ, ഈ നിയമസഭയില് ഞങ്ങളൊക്കെ മുൻപ് അംഗങ്ങളായിരുന്നവരാണ്. ഞങ്ങളെല്ലാം ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ശക്തിയായി പ്രതിഷേധിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. ഒന്ന്, സാർ, ഈ പാരലൽ സഭ ഒരിക്കലും ഇവിടെ കൂടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ സഭയ്ക്കകത്ത് സത്യാഗ്രഹ സമരം ഒരിക്കലും ഇവിടെ നടന്നിട്ടില്ല. സഭയ്ക്ക് പുറത്ത് സത്യാഗ്രഹ സമരം നടത്തിയിട്ടുണ്ട്. സാർ, പാവപ്പെട്ട വാച്ച് ആൻഡ് വാർഡ് വനിതാ അംഗങ്ങളെ കയ്യും കാലും അടിച്ചൊഴിച്ചതിന്റെ പേരിൽ കേസെടുത്തതിന് പ്രതിഷേധിക്കുക, അത് എവിടുത്തെ ന്യായമാണ് സാർ? ബജറ്റ് പാസ്സായതോടെ പ്രധാന നികുതി നിർദ്ദേശമായ ഇന്ധന സെസ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.